ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എണിച്ചോട്ടെന്ന് വെച്ചാൽ കുണിക്കും അതിന് വസ്ത്രം മാറിയാണ്. പിന്നെ നേരത്തെ എണിക്കണമല്ലോ, അതിന് മുന്നേ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. വസ്ത്രം മാറിയ സ്ഥിതിക്ക് നേരം വെളുക്കണേക്കാൾ മുന്നേ എണിച്ച് കുളത്തിലേക്ക് കുളിക്കാൻ പോകണമെന്നാണ് ചടങ്ങ്. പൊന്നിനും കുഞ്ഞിനുള്ളപ്പോൾ അന്നേട്ടം അങ്ങനെ ആണ് ചെയ്തത് കേട്ടോ. പക്ഷേ ഇപ്പോൾ അന്നേട്ടം ഒറ്റയ്ക്കാണ്. അന്ന് എൻ്റെ അച്ഛനും പിന്നെ അന്നേൻ്റെ വീട്ടിൽ പണിക്ക് ഒരാളുണ്ടായിരുന്നു, അയാളും കൂടി പോയിരുന്നു കേട്ടോ അവരുടെ കുളത്തിലേക്ക്. ഇപ്പോൾ അന്നേട്ടനും കുണിക്കും മാത്രം അവർ ഒറ്റയ്ക്ക് കുളത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അതിനുള്ള ധൈര്യം ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ ഈ അമ്മീപ്പിയും കാര്യങ്ങളൊക്കെ കാരണം അതും അവർക്ക് നല്ല പേടിയുണ്ട് അതിനൊക്കെ. ആ കാരണം കൂടുതലും കുളത്തിൽ പോകാത്തന്നെ അങ്ങനെ ഒരു കാരണമുണ്ട്. പിന്നെ ഈ ഒരു കാരണമുണ്ട് കേട്ടോ. ഞാനിങ്ങനെ തുണക്കി കിട്ടുകയാണെങ്കിൽ പോകണല്ലോ കുളത്തിലേക്ക്. ഉണ്ണോളനെ രണ്ടാൾക്ക് കൂറുമ്പോഴല്ല, അതാണ് എന്നെ കൂടുതൽ പേടിയിട്ടാ. അപ്പോൾ നമ്മൾ വീടിൻ്റെ ബാക്ക് വശത്ത് തിരുമണയിലുണ്ട്, അവിടെ വെള്ളം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്നെ അവർ രണ്ടാളെ കുളിപ്പിക്കാനൊക്കെ സുഖമായിട്ടാ. അങ്ങനെ രാവിലെ എണിച്ച് ഞങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് അന്വേഷണം കുണിക്കുകയും എനിക്കും ഒരുമിച്ച് കുളിക്കണമല്ലോ. അപ്പോൾ ഒറ്റയടിക്ക് വെള്ളം ചൂടായി കിട്ടും വേണം. എന്താ വെച്ചാൽ ഇവർ കുളിച്ച് വരുന്നേക്കാൾ മുന്നേ എനിക്ക് കുളിച്ചിറങ്ങണം. അപ്പം ഞാൻ 3 പാത്രത്തിൽ വെള്ളം ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. നല്ല എല്ലാവരും കൂടി ഒരുമിച്ച് കുളിച്ചിറങ്ങാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഞാൻ എനിക്ക് തടി കുറയുള്ള പൊടികൾ സാധനമൊക്കെ അപ്പുറത്ത് തീർന്നിട്ട് അതും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ. അങ്ങനെ ഈ 3 പാത്രത്തിൽ കുളിക്കാനുള്ള ചൂടുവെള്ളമൊക്കെ വെച്ച് ആദ്യത്തെ പരിപാടി അടിച്ചു വരിക എന്നുള്ള കേട്ടോ. പിന്നെ അടിച്ചു വരിക എന്നുള്ളതിൻ്റെ കാരണം 2-3 പ്രാവശ്യം ദിവസം അടിച്ചു തുടയ്ക്കുന്നത് കാരണം വലിയ പൊടിയും കാര്യങ്ങളോ ബഹളമൊന്നും ഉണ്ടാവില്ല, നമുക്ക് പെട്ടെന്ന് അടിച്ചു വരില്ല കഴിയും കേട്ടോ. പക്ഷേ എനിക്ക് തടി കുറയ്ക്കാനുള്ള വയറ് കുറയുള്ള വെള്ളം കുടിക്കുന്നതിന് തുണ്ട് ഇഞ്ചി എടുത്ത് ചതച്ച് അതിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്കിത് അടിച്ചു വരാൻ പോകാട്ടോ. അപ്പോൾ അടിച്ചു വരാനുള്ള പോക്കാണ് കാണുന്നത്. അപ്പോൾ പുറത്ത് ഇരുട്ട് തന്നെയാണ്, നേരം വെളുത്ത് വരുന്നതന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇരുട്ട് ആകുമ്പോഴേക്ക് ഇറങ്ങാൻ ടെൻഷനാട്ടോ. സത്യം പറഞ്ഞാൽ അന്ന് ഞാനും പൊന്നും കുഞ്ഞിനൊക്കെ പോണ സമയത്ത് നിങ്ങളൊരു 5:30-5 മണിയാകുമ്പോഴേക്കും കുളിക്കാൻ പോയിരുന്നു അല്ലേ? അന്ന് പേടിയില്ല. അവർ കുളിക്കാൻ പോയ നേരോട് ഇവർ വരുമ്പോഴേക്കും ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ മിറ്റത്തിറങ്ങി മിറ്റമൊക്കെ അടിച്ചുടയ്ക്കലും മിറ്റടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ഇപ്പോൾ അടുത്തടുത്ത് ഒരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ടല്ല അതിന് പേടിയോ കാര്യങ്ങളോ തോന്നിയില്ല കേട്ടോ. ഇപ്പം ഇതിനിടയ്ക്ക് ഭയങ്കര പേടിയാണ്. ഇന്ന് വെളിച്ചതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങണം. പിന്നെ ഈ ഇഴജന്തുക്കളും കാര്യങ്ങളും അതൊക്കെ നമ്മൾ പേടിക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് ഭയങ്കര നേരം വെളുത്തിട്ടില്ല. പോസ്റ്റമത്തെ ഒരു ലൈറ്റാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്തത് ഹാളിലേക്ക് വന്നു കേട്ടോ. ഹാളിലെ ഫാൻ ഇട്ടണമെന്നു അത് അറിയാണ്ട് ഞാൻ ഇട്ടാ കേട്ടോ. അടിച്ച് വരുമ്പോൾ തുടയ്ക്കാനെന്നുള്ള ഓർമ്മയിൽ ഫാൻ ആദ്യം ഇട്ടത്. അങ്ങനെ നമ്മുടെ പൊന്നിൻ്റെ റൂമിൽ അടിച്ചു വരും. അവിടെയൊക്കെ അടിച്ചു വരും തന്നെ ചടപെടാന്ന് കഴിയട്ടെ. വേറെ ഒന്നും ചോദിച്ചാൽ ആരും ഇല്ലല്ലോ റൂമിൽ. കരടാക്കാനോ പിടിക്കാനോ ആരുമില്ല. പിന്നെ ഉണ്ണോട് പഠിക്കാൻ പോയെന്ന് സ്കൂൾ ഇട്ടെന്ന് അവർക്ക് ഞങ്ങളൊക്കെ എടുക്കുന്ന റൂമിലേക്ക് വരാനുള്ള നേരം തന്നെ ഉള്ളൂ. അതിന് കൂടുതൽ നേരമൊന്നും അവർക്കും ഇല്ല. അങ്ങനെ ഇപ്പം ചടപട. പിന്നെ നമുക്ക് കൂടുതൽ ഈ അടിച്ചു വരാനും തുടയ്ക്കാനും പണി ആ മേശയുടെ അടി കേട്ടോ. അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ട് തുടയ്ക്കണ പരിപാടിയാണ്. ഇടയ്ക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ വീഡിയോ എടുത്താലും നമുക്ക് ആരുമില്ല. നമ്മൾ ഈ ക്യാമറയും കൊണ്ട് നടക്കും വേണം, നമുക്കതിനുള്ള സമയമില്ല. പെട്ടെന്ന് കഴിയണമല്ലോ. ആദ്യം ഇവർ കുളത്തിൽ കുളിക്കാൻ പോകണം. ആ ഒരു നേരം ഉണ്ടെങ്കിൽ നമുക്ക് വീട് അടിച്ചുടയ്ക്കലും ഇവർക്ക് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനും സമയമുണ്ടാവും. ഇവരോട് നടന്ന് കുളത്തിൽ നിന്ന് കുളിച്ച് ഇങ്ങോട്ട് എത്തണം ആ ഒരു ടൈം മതി. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങോട്ടും മുകളിൽ ഇവരിവിടെ ഇല്ല. അപ്പോൾ ഈ നേരത്തിനുള്ളിൽ അവരുടെ കുളിയും എൻ്റെ കുളിയും വീട് അടിച്ചുടയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ട് 3-4 ലോട്ടറി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇരുന്ന് എണ്ണ ഉണ്ടാക്കുക, വേറെ ഒന്നുമല്ല. ഈ മനുഷ്യൻ്റെ പ്രാന്ത അല്ലാണ്ട് എന്താ പറയുക. അപ്പോൾ ഇത് ഫാസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അതേ ഇപ്പോൾ ഫാസ്റ്റ് തൊടാന്ന് വെച്ചാൽ ചടപടാന്ന് വെച്ചാൽ തൊട. അന്നേട്ടം തുടയ്ക്കുന്നാലേ കുറേ നേരം വേണം അന്നേട്ടം തുടച്ചു തരാട്ടെ. ഞാനാകുമ്പോൾ അങ്ങനെ തുടച്ചിട്ട് കാര്യമില്ല. നമുക്ക് അങ്ങനെ തുടയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ രാവിലത്തെ ഒക്കെ പണി അങ്ങോട്ട് ചുറ്റും. അത് ഈ മലയ്ക്ക് പോണ വീട്ടിലുള്ളവരോട് പറഞ്ഞുതരാം. ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ സത്യമാണ് ഈ മലയ്ക്ക് കൂട്ടുകുടുംബത്താവുമ്പോൾ നമുക്ക് ഈ മലയ്ക്ക് പോകുമ്പോഴുള്ള ഈ പണികളുണ്ടെങ്കിൽ പോലും ഷെയർ ചെയ്യാൻ ആൾക്കാരും കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് ഒറ്റയ്ക്ക് അല്ലാതിരിക്കുന്നുണ്ട്. ഒരാൾ അടിച്ചുടയ്ക്കാൻ പോകുമ്പോഴേക്കും സ്വാമിമാർക്കുള്ള ഭക്ഷണം മറ്റാൾക്ക് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും ഇത് അവിടെ കുണുക്കൻ്റെ കുളി കഴിഞ്ഞു. അവർ 3-4 അവിടെ കുളിച്ചിട്ട് അവിടേക്ക് സൈഡിൽ പോയിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് കുണിക്കേനെ കുളിപ്പിക്കാം കേട്ടോ. അപ്പോഴേക്കും എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് എത്തിയിട്ടാണ്. ഞാൻ എന്താ വെച്ചാൽ ഇനി ഇവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ ദോശമാവ് ഇറക്കി വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതെടുത്ത് ഇറക്കി വെച്ചു. പിന്നെ കൊള്ളി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൊള്ളിഷ്ടവും
ചട്നിയും ദോശയാണ് കേട്ടോ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ചടപടാന്ന് വെച്ചിട്ട് ഉണ്ടാക്കണം. എന്താ വെച്ചാൽ ഇവർ കുളിച്ച് വരുമ്പോഴേക്കും ശരിക്കും സ്വാമിമാർ കുളിച്ച് വരുമ്പോഴേക്കും സ്വാമിമാർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എത്രത്തോളം എനിക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ എന്നിട്ട് എന്നോട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ആരും ഇല്ലല്ലോ, നമ്മൾ തന്നെ എല്ലാ കാര്യത്തേക്കും എത്തേണ്ടത്. ഇപ്പോൾ അല്ലെങ്കിൽ ഈ കാര്യമൊക്കെ അന്വേട്ടം ചെയ്ത് തന്നെ കാര്യം, നാളെ ഉടയ്ക്കുക, ചെരുകി തരിക, ഉള്ളി നന്നാക്കി തരിക, ഇതൊക്കെ അന്വേട്ടം ചെയ്ത് തന്നെ കാര്യങ്ങളാട്ടാ. കൊള്ളിയുടെ കാര്യത്തിൽ തന്നെ കൊള്ളി തലേദിവസം അന്വേട്ടോട് ഞാൻ പറഞ്ഞു കുറച്ച് നന്നാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുക, രാവിലേക്ക് നേരത്തെ ചെയ്യാമെന്ന്. എന്താ വെച്ചാൽ എല്ലാം കൂടി നമ്മളോട് പറ്റില്ല, ഒറ്റയ്ക്ക് നടക്കില്ല. അങ്ങനെ ഇത് ഈ നാളികേരം ചെരുകിലും ദോശ ഒരു കൈയുണ്ട്, അപ്പുറം ദോശ ചുടുന്നുണ്ട്, ചായ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഈ ചായ വേണം, അല്ലെങ്കിൽ ഇവരങ്ങനെ ചായ സ്ഥിരമുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ചൂടുള്ള ചായ കുടിക്കണം നല്ലതല്ല കുട്ടികൾക്ക്. ഈ തൊണ്ടവേദനയും കാര്യങ്ങളും രാവിലെ എണിച്ച് കുളിക്കും അതൊക്കെ കാരണം ഞാൻ ഒരു കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ കട്ടൻ ചായ വേണമെന്നോ അങ്ങനെ ഒന്നുമില്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ ചായ ഉണ്ടാക്കി കുടിച്ചെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുമ്പോൾ ഉണ്ടാക്കുള്ളൂ അല്ലേ കേട്ടോ. അല്ലെങ്കിൽ ചായ കൊണ്ട് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കുക പ്രാധാന്യം കേട്ടോ. അങ്ങനെ നാളികേരം ചെരുകി മിക്സിയിൽ ജാറ് കഴുകി പിന്നെ നമ്മളത് ഇപ്പോഴത്തേക്ക് ഇവിടെ ദോശ ചുടുന്നുണ്ട് കേട്ടോ. കണ്ട ദോശമാവ് എടുത്ത് ദോശ ചുട്ടെടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്കൊരാളും കൈമാറിയൊന്നും സഹായിക്കാൻ ഒന്നിനുമില്ല. അപ്പോഴേക്കും നെയ്യുടെ ഡെപ്പ് ഭയങ്കര വെപ്പറാണ് കേട്ടോ. എന്താ വെച്ചാൽ അത് അമ്മ ഉള്ളപ്പോഴും അങ്ങനെ കേട്ടോ. ഇവരാദ്യം മരിക്കും പോകുമ്പോൾ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഒരു സ്വാമിമാർ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർ വയറ് കാഞ്ഞിരിക്കാൻ പാടില്ല എന്നൊക്കെ അമ്മേനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒരു ഇതിലാണ് കേട്ടോ ഈ വെപ്പറാളെടുത്തിട്ട് ചെയ്യണത്. എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ കാലും കൈയും വേദന കൊണ്ട് നടക്കാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. എന്നാലും ഒരു വിധത്തിൽ ഇതൊക്കെ ഉണ്ട് മേക്കപ്പ് ചെയ്ത് പോകാനായിട്ട് അല്ല നമുക്ക് ഒരു റെസ്റ്റ് ഇല്ലല്ലോ. ഇപ്പോൾ ഈ മലയ്ക്ക് പോകുന്ന സമയമാകുമ്പോൾ നമുക്ക് തീരെ റെസ്റ്റോ അല്ലെങ്കിൽ രാവിലെ പണി കഴിഞ്ഞ് പിന്നെ നമുക്ക് ഉച്ചത്തിൽ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് റെസ്റ്റ് എടുക്കാനും പിടിക്കാനുണ്ട്. ഇതിപ്പോൾ എപ്പോഴും പണി തന്നെയാണ്. പണി കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യുക തന്നെ ഒരു ഇതായിട്ട് നടക്കുന്നത്. അങ്ങനെ അപ്പോഴേക്കും ഓടി ഒരു തുണ്ട് ഇഞ്ചി എടുത്തോടുന്നു, ചുവന്നുള്ളി. ഞാൻ ഈ ചട്നിയിൽ പച്ചമുളക് 3-4 ചുവന്നുള്ളി, ഒരു തുണ്ട് ഇഞ്ചി, ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അരച്ചെടുത്തുട്ടാ. ഈ ഒരു ചട്നി നല്ല ടേസ്റ്റ് അല്ല എന്നിട്ട് ആ ഇഞ്ചിയുടെയും ആ ചുവന്നുള്ളിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ നമ്മുടെ പണ്ടത്തെ കാലത്തെ ചട്നിയുടെ ഒരു ടേസ്റ്റാണ് ഈ ഒരു ചട്നിക്കിട്ട്. ദോശ നാടൻ ചട്നിയുടെ ഒരു ടേസ്റ്റ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ അമ്മമ്മമാരുണ്ടാക്കി തരുന്ന ചട്നിയുടെ ടേസ്റ്റ് ആട്ടാ. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ടേസ്റ്റ് അല്ല, എൻ്റെ വീട്ടിലാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് ഞാൻ കഴിച്ച് ശരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചില സമയത്ത് നമുക്ക് നാടൻ ഫുഡിനോട് ഒരു ഇഷ്ടം കഴിക്കാനൊക്കെ ഒരു ആഗ്രഹം തോന്നും. പ്രത്യേകിച്ച് ഈ മലയ്ക്ക് പോകുന്ന സമയത്ത് ഈ പച്ചക്കറിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഈ പണ്ടത്തെ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ആ ഒരു പണ്ടത്തെ കാലഘട്ടത്തിലുള്ള നമ്മുടെ ഇരുമ്പിൻ്റെ തട്ടിലുണ്ടാക്കുന്ന ആ ദോശയുടെ ടേസ്റ്റും ഇപ്പോൾ ഈ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കണതിന് കിട്ടില്ല. ആ ഒരു ദോശയ്ക്ക് ഒരു പ്രത്യേകമാണ് തന്നെയാണ് അല്ലേ. ഇപ്പോൾ അതില്ല. ഇത് നമ്മുടെ വയനാട്ടിൽ വന്ന ചായയുടെ ആ ഒരു കട്ടൻ ചായ കുടിക്കാൻ എനിക്ക് ഇഷ്ടമാട്ടോ. എപ്പോഴെങ്കിലും കുടിക്കുള്ളൂ. പക്ഷെ എന്നിട്ട് ഇപ്പോൾ എനിക്ക് എത്ര ആളെ ചായ മേടിച്ചു കൊടുത്തിട്ട് 5-6 മാസത്തോളം ചായ മേടിച്ചു കൊടുത്തിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇനി എപ്പോഴെങ്കിലും ആ വഴിക്ക് പോകുമ്പോൾ മേടിക്കാം. അങ്ങനെ നല്ല കന്നം കുറഞ്ഞ ദോശയും നല്ല അടിപൊളി ചട്നിയും. പിന്നെ ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ മെയിനായിട്ട് കൊള്ളിഷ്ടം ഉണ്ടാക്കാം. പലയിടത്തും കൊള്ളിയോട് പല തരത്തിലുണ്ടാക്കണം. ഇനി നമ്മുടെ തൃശ്ശൂർക്കാർക്ക് ഈ ചായക്കടകളിൽ നിന്നൊക്കെ കിട്ടും കൊള്ളിഷ്ടം പപ്പടം കച്ചിത് അല്ലേ. ഇതുള്ളൂ കൊള്ളിഷ്ടം പപ്പടം. ഒരു പ്ലേറ്റ് കൊള്ളിഷ്ടം ഉണ്ടാവും, പപ്പടം ഉണ്ടാവും. അപ്പോഴേക്കും നമ്മൾ ഏകദേശം ഒക്കെ ഉണ്ടാക്കി കഴിപ്പിക്കും ഉണ്ടാവും. അപ്പോഴേക്കും ഇതേ സ്വാമിമാരുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്ക് കത്തിക്കാൻ വന്ന് നിൽക്കണമെന്നാണ് കണ്ടത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുണുക്കമ്മോൻ്റെ ഒരു വാച്ച് ഇപ്പോൾ മേടിച്ചതാട്ടോ. എനിക്കും ചേട്ടനും ഷെബി ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു വാച്ച് ഗിഫ്റ്റ് തന്നു. അതിൻ്റെ ശേഷം ഒരു 2-3 ദിവസം കണ്ണും ചെവിടെ ഞങ്ങൾക്ക് തന്നിട്ടില്ല കേട്ടോ വാച്ച്. അയ്യോ നിങ്ങൾക്കൊക്കെ വാച്ച് ഉണ്ട്, ഞങ്ങൾക്ക് മാത്രം വാച്ചില്ല, അതാണ് ഇതാണ്. എന്നിട്ട് ഒരു വാച്ച് മേടിപ്പിച്ചതാണ് കാണുന്നത് കേട്ടോ. എന്തെങ്കിലും ആവട്ടെ നമ്മൾ പെട്രോളത്തോളം ചെയ്ത് കൊടുക്കുക, അത്രയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഇപ്പോൾ അതും താങ്ങി പിടിച്ചടക്കലാണ് മൂപ്പരുടെ പണി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ടി വിയിൽ സാമി പാട്ടെടുത്ത് ഇടയിൽ പരസ്യം കയറി വന്നതാണ്. അങ്ങനെ അന്നേട്ട വിളക്ക് കത്തിക്കുന്നുണ്ട്. ചില സമയത്ത് ഞാൻ വിളക്ക് കത്തിച്ചേക്കും, അല്ലെങ്കിൽ അന്നേട്ട വന്നിട്ട് വിളക്ക് കത്തിക്കുകയും ചെയ്യാം കേട്ടോ. അത് നമ്മുടെ അപ്പോഴത്തെ ഒരു സൗകര്യത്തിനനുസരിച്ച് എന്താ വെച്ചാൽ എല്ലാം കൂടി ആകുമ്പോൾ അങ്ങോട്ട് ഊട്ടി എത്തണില്ല വണ്ടി നീങ്ങണില്ല. എന്താ വെച്ചാൽ വളരെ കുറവ് സമയം കൊണ്ട് ഉള്ളിലാണ്. എന്ന് വെച്ചാൽ ഉണ്ണിയോടുക്ക് ഒരു മിനിറ്റ് ക്ഷമ കൊടുക്കുന്ന ഒരു സ്ഥലത്ത് ഇരിക്കില്ല. അതാണ്. പിന്നെ പറയും സ്വാമിമാർ കുളിച്ച് വന്നു കഴിഞ്ഞാൽ അയ്യപ്പന് കർപ്പൂരം കത്തിക്കണം എന്ന് പറയും അല്ലേ.
അപ്പം അതേ കൽപ്പൂരം കത്തിക്കണതാണ്. അപ്പോൾ കുടിക്കുമ്പോൾ തോന്നതാണ് കാണുന്നത്, കുടിക്കുമ്പോൾ തൊഴാറില്ല. കൈയിട്ടിട്ട് ഇങ്ങനെ നാളെ അമ്പലത്തിൽ പോയപ്പോഴെന്നെ പുണ്യാഗം കൊടുത്തപ്പോഴേ പുണ്യാഗം കൊടുക്കുമ്പോണ്ട് മൂപ്പര് പേടിക്കാൻ പോടും. പുണ്യാഗം ശംഖ് പേടിക്കാൻ പോടും. ഞാൻ ജിലേബി സിനിമയിൽ കാണിക്കണ പോലെ ഹായ് എന്നിട്ട് ഹായ് ബ്രോ എന്നിട്ട് നമ്പൂതിരി കൈവ് നട്ടായി വാങ്ങി. ഈ പിള്ളേരിപ്പോൾ അങ്ങനെയാ ദേവിനെ പുറത്തേക്ക് ഇറക്കാനുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്. രണ്ടിനും കൊണ്ട് നടക്കണമെങ്കിൽ കൂടെ നമ്മളിങ്ങനെ കൈ പിടിച്ച് നടക്കണം. പണ്ടത്തെ മക്കളൊന്നുമല്ല, ഒരു കാര്യ വിവരമില്ല, എന്നാൽ വേണ്ടാത്ത വിവരങ്ങൾ അത് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ അവർ വിളക്ക് കത്തിച്ച് തന്നതിന് ശേഷം അവർ ഡ്രസ്സൊക്കെ മാറാൻ പോയ നേരം കൊണ്ട് ഞാൻ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു. ദേവിക്കുള്ള ഫുഡ് എത്തി. കൊള്ളിഷ്ടം. ഇനിയിപ്പോൾ ഇന്ന് അതേ കുടിച്ചപ്പോൾ നമുക്ക് രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ നേരം ഉണ്ടായിട്ടാണ്. ഇന്ന് ഷെബി മാല ഇട്ടിട്ട് തൊഴാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നേരത്തെ പോകണം. അപ്പോൾ ഒന്ന് കുണുക്കന് മണിക്ക് കുളി കഴിഞ്ഞ വെച്ചാൽ ഫുഡൊന്നും ആയില്ലേ. ഇതൊരു ശീലമാക്കൊന്നുമല്ല. 6:45 ഇപ്പോൾ രാവിലെ 6:45 ബ്രേക്ക്ഫാസ്റ്റ് ആയി കണ്ടു കഴിഞ്ഞാലേ ഇപ്പോൾ 2-3 പ്രാവശ്യം കുളിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഫുഡ് മേശമായപ്പോൾ എന്തായാലും ശീലമാക്കണം. നേരത്തെ ചായ കുടിക്കണം, നേരത്തെ ഞാനും ചിന്തിച്ചാൽ പുലർച്ചെ നേരം കാണുമ്പോൾ ഒരു പ്രത്യേക രസമായിട്ട്. സത്യം ആ പുലർച്ചെ നമുക്ക് പുറത്ത് വന്നിരുന്ന് കാണാൻ ആസ്വദിച്ചിരിക്കണം. ശരിക്കാനുള്ള ടൈം മണ്ഡലകാലം ശരിക്ക് വീടിലൊക്കെ നല്ല ഐശ്വര്യം വരുന്ന പറയാ. നല്ല രസമാണ്. പക്ഷെ നമുക്ക് ഇപ്പം ഇനി കുഴപ്പമൊന്നുമില്ല. ആദ്യം തന്നെ എല്ലാവരും കൂടി ആകുമ്പോൾ നമുക്ക് കിടക്കാനും പിടിക്കാനും 11:30-12 മണിയൊക്കെ ആവും. ഇപ്പം ഞങ്ങൾ സാധാരണ ബിഗ് ബോസ് കൂടി കഴിഞ്ഞോട് കൂടിയിട്ട് ഇപ്പോൾ ഫ്രീ ആയി 9 മണി. ഇപ്പോൾ ഷെബി കൊടുക്കാൻ കൂടി കാർത്തു വന്നു കഴിഞ്ഞാൽ അവർ 10-10:30 മണി അവർ പോവും. അപ്പം അങ്ങനെയുള്ള സമയം നമ്മൾ കിടക്കാൻ നേരവും. ഇപ്പോൾ അവരും ഇവിടെ ഇല്ലല്ലോ, ഷൂട്ടിലൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങൾ മാത്രമായ സ്ഥിതിക്ക് ഇപ്പോൾ ഞങ്ങൾ ഒരു 9-9:30 പോയി കിടക്കൂട്ടാ. ഉണ്ണിയോൾക്ക് നല്ല ബോറടിയാണ്. അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അവർക്കും ഓർക്കം ശരിയാവാത്തതിന് ഇപ്പോൾ ഇന്നലെ കുണിക്ക് തീരെ വയ്യാണ്ടായിട്ടാ. ഇന്നലത്തെ ഒരു വീഡിയോ തന്നെയാണ്. ഇന്നലെ ഇപ്പോൾ ഈ പോയ ആളൊന്നല്ല, സ്കൂൾ വിട്ടെന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും രാത്രി ആകുമ്പോഴേക്കും നല്ല ചെവി വേദനയൊക്കെ ആയിട്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് കുണിക്ക് തീരെ വയ്യാണ്ടായി. ഞങ്ങൾ പേടിച്ചു. ഇന്ന് സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും കുണുക്കനാണെങ്കിൽ പോകേണ്ടില്ല കേട്ടോ. കുണിക്ക് അങ്ങനെ മടിയില്ല. കാരണം കുണിക്ക് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്താൽ പോവും. മരുന്ന് മതി. ഒന്ന് പ്രസീം ചെയ്തല്ലോ. എനിക്ക് തോന്നി ഇന്ന് വിട്ടില്ലെങ്കിൽ രണ്ടാള് അടുത്ത ആഴ്ച 2 ദിവസം 3 ദിവസമൊക്കെ അവധി വരും. എന്താ വെച്ചാൽ മരിക്ക് പോണ ദിവസം മുടക്ക് എന്തായാലും വരും. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി നിന്ന് കഴിക്കണം. അപ്പോൾ കുണിക്കുമോളനെ കാണാത്ത കാരണം കുണിക്കുമോൾ ഫുഡ് എടുത്തുകൊണ്ട് പോയിട്ട് മേശ സെറ്റ് ചെയ്യുമ്പോൾ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം വിളിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു അവിടെ ഇന്ന് കഴിച്ചോട്ടെ, എവിടെ ഇരുന്ന് കഴിക്കട്ടെ. ഇവർ സ്കൂളിൽ പോകുമ്പോൾ ഒന്നും കഴിക്കില്ല കേട്ടോ. സത്യം ഇപ്പം ആരും കുറച്ച് നേരത്തെ ഏൽപ്പിച്ചാലും എന്തെങ്കിലും കഴിക്കുന്നുണ്ട് അവർ. ഇപ്പോൾ കുണുക്കനായാലും എന്തെങ്കിലും കഴിക്കണം, കുണിക്കലും എന്തെങ്കിലും ഒരു ദോശ കഴിച്ചാലും നമുക്കത് സമാധാനം. അല്ലെങ്കിൽ അവരൊന്നും കഴിക്കാണ്ട് പോവുക. അപ്പോൾ ഇപ്പോൾ രാവിലെ നേരം നിങ്ങൾക്ക് സാവധാനം പോലെ കാര്യങ്ങൾ ചെയ്താൽ മതിട്ടുണ്ട്. ഇപ്പം അടുത്ത സ്വാമിക്കുട്ടി അതിനോട് ഒരു കുരുത്തക്കേടൊക്കെ ചെയ്തിട്ട് സ്വാമിക്കുട്ടി ഇങ്ങനെ ഞലങ്ങി സ്വാമിക്കുട്ടി രസം വെച്ചാൽ ഈ മാളികപ്പുറത്തിനാണ് പ്രത്യേക ഒരു ഇതല്ലേ. അല്ല പെൺകുട്ടികളെ കാണുമ്പോഴേ ഒരു പ്രത്യേക രസം. ഒരു ബ്ലാക്ക് ഷിമ്മിയൊക്കെ ഇട്ട് പിന്നെ നല്ല രസമാണ്. നമ്മുടെ പണ്ടത്തെ കാലഘട്ടത്തിൽ, നമ്മുടെ കുട്ടി കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ നമ്മൾ മലയ്ക്ക് പോവുകയാണെങ്കിലും വീട്ടിലുള്ള ഡ്രസ്സൊക്കെ ഷിമ്മിയായിരിക്കും. കളർ ഷിമ്മികളൊക്കെ അടിച്ചിട്ട് വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു കാലഘട്ടത്തേക്കൊക്കെ വന്നപോലെ എനിക്കുണ്ടായിരുന്നു ഒരു ചാണപ്പച്ച കളർ, ഒരു പിങ്ക്, ഒരു അങ്ങനെ 3-4-5 കളറിൽ ഷിമ്മികളൊക്കെ ഇട്ടിട്ട് നടക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു കുട്ടിക്കാലം ഓർമ്മ വന്നു കേട്ടോ. അങ്ങനെ ഇന്ന് അവർക്ക് തക്കാളിച്ചോറ് മതി കാണും കേട്ടോ. അപ്പോൾ ഇന്ന് പ്രാവശ്യം ഞാൻ പുതിയ തരം തക്കാളിച്ചോറ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ നല്ലതാണ് കേട്ടോ. ഫുള്ളും തൊട്ടച്ച് കഴിച്ചു കേട്ടോള്. ആകെ ഒരു ഗ്ലാസ് ബിരിയാണി അരി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടായിട്ട് ഉണ്ടാക്കിയത്. അരി കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു 5-6 തക്കാളി എടുത്തു അല്ലേ. അതിൽ ഒരു സബോള അരിഞ്ഞ് ആദ്യം കുക്കർ വെച്ചു. അതിലേക്ക് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് ഒരു സബോള അരിഞ്ഞിട്ടു. പിന്നെ ഒരു തക്കാളിയും ഒരു 3-4 ഇഞ്ചി, ഒരു തുണ്ടി ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയിട്ട് നന്നായി മിക്സിയിൽ അരച്ചെടുത്തു. ഇതിന് ഈ സബോള വാട്ടി വന്നപ്പോൾ അതിലേക്ക് അത് ഒഴിച്ചു. അത് നന്നായാണ് വാടി ആ മസാല കുത്തൊക്കെ മാറിയപ്പോൾ ബാക്കി ഒരു 3-4 തക്കാളി ഉണ്ടായിരുന്നു. ഞാൻ മിക്സിയിൽ അങ്ങനെ അരച്ചിട്ട് അതങ്ങനെ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഉപ്പും തരി മഞ്ഞൾപ്പൊടി, ഒരു 2-3-5 പച്ചമുളകും ചീന്തിയിട്ടു കേട്ടോ. ഇന്നലെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നു കേട്ടോ. അത് മൂടി വെച്ചത് വേറെ ഒന്നല്ല, ഇങ്ങനെ പൊട്ടി തെറിക്കുന്നുണ്ട് ഈ അരച്ചതായ കാരണം.
അങ്ങനെ നമ്മൾ കുറച്ച് ശരിക്കും മല്ലിയിലൊക്കെ നല്ലോണം ഇട്ടുകൊണ്ട് ഇത് ഒരു ഗ്ലാസ് അരിയുള്ളൂ, എന്നാലും ഞാൻ മല്ലിയില നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല അങ്ങനെയൊക്കെയാണ്, പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തക്കാളി മാറ്റി വെക്കണവർക്ക് ഇതൊന്നും മാറ്റാനോ തിരിക്കാനോ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ തക്കാളി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ആ കഴുകി വെച്ച 1 കപ്പ് ബിരിയാണി അരി ഇട്ടു. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക. എന്താ വെച്ചാൽ ഈ ചോറ് ഒന്നുകൊണ്ടൊന്നും ഒട്ടാണ്ട് നല്ല ഭംഗി വരാനാണ് കേട്ടോ. ചെറുനാരങ്ങ ഒരു മുറി വെച്ച് കൊടുത്തു, ഉപ്പിട്ടു, അത് അടച്ചു വെച്ചു. പിന്നെ ഞാനൊരു 2 ഗോതമ്പട ഉണ്ടാക്കിയിട്ട് അവർക്ക് സ്നാക്സ് ആയിട്ട് കൊണ്ട് വേണ്ടിയിട്ട് അതിൽ ഒരു ഗോതമ്പട എങ്ങനെ നുറുക്കി പീസാക്കി ഇട്ട് കൊടുക്കുന്നത് അവർക്ക് കഴിക്കണമെങ്കിൽ എളുപ്പത്തിൽ കഴിക്കാൻ. പിന്നെ ആപ്പിളും ഓറഞ്ചും വെച്ചിട്ടുണ്ട് കേട്ടോ സ്നാക്സിന്. അപ്പോഴേക്കും നമ്മുടെ 2 വിസിലടിച്ച് വെച്ചു. കുറച്ചല്ലോ, അല്ലെങ്കിൽ കുറേ ഉണ്ടെങ്കിൽ 1 വിസിൽ മതി, ഇത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ 2 വിസിലടിച്ചിട്ട് ആ വിസിൽ പോയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടാവട്ടെ, പക്ഷേ നമ്മൾ കാര്യമാക്കണ്ട. അത് 10 മിനിറ്റ് ചൂടാറി കഴിഞ്ഞാൽ അതിങ്ങനെ സെറ്റായി വരും കേട്ടോ. ഒന്നുകൂടെ ഒട്ടാണ്ട് കറക്റ്റായിട്ട് വരും അല്ലേ. ഈ തക്കാളി ചോറിനൊരു കാര്യം, വെള്ളം വലിയ തക്കാളി ചോറിനൊരു കാര്യമുണ്ട്, എപ്പോഴും ചൂടാറിയിട്ട് കഴിച്ചാലാണ് തക്കാളി ചോറിൻ്റെ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ ഉപ്പും കാര്യങ്ങളും, പക്ഷേ എനിക്ക് തോന്നുന്നു തക്കാളി ചോറ് ഇങ്ങനെ തക്കാളി അരച്ച് വയ്ക്കുമ്പോൾ അതിനൊരു കളറ് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ടല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഇനി ഒന്നുകൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മൾ അടുത്ത വീഡിയോയിൽ പരിഗണിക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ കുണുക്കി ഇന്നും തക്കാളി ചോറ് വേണമെന്ന് പറഞ്ഞിട്ടാ, പക്ഷേ ബിരിയാണി അരി ഇല്ലാത്തവർ ഇന്ന് ഉണ്ടാക്കി കൊടുത്തില്ല. പിന്നെ ഇന്ന് സമയം ഉണ്ടായില്ല, ഇന്ന് രാവിലെ സമയം ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവർക്ക് തക്കാളി ചോറും ഈ ഒരു തുണ്ട അച്ചാറും സലാഡ് ഇഷ്ടമുള്ളവർക്ക് സലാഡും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ തക്കാളി ചോറ് കഴിക്കട്ടെ. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകണമെങ്കിൽ അമ്മമാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് കേട്ടോ. കുക്കറിൽ 10-15 മിനിറ്റ് എല്ലാം മിക്സിയിൽ അരച്ചിട്ടിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിയട്ടെ. പിന്നെ ചൂടാറി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഇങ്ങനെ ഒന്നോടൊന്ന് ഒട്ടാണ്ട് നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ. റൈസ് ഒരുപാട് വെന്തുടങ്ങിയില്ല, ആ ഒരു കൊഴുപ്പ് പോലുള്ളത് ആ തക്കാളിയുടെ അതൊരു 10 മിനിറ്റ് മുമ്പേക്ക് ചൂടാറി കഴിഞ്ഞാൽ അത് കറക്റ്റ് വലിഞ്ഞ് സെറ്റാവട്ടെ. തുണ്ട് നാരങ്ങച്ചാറ് തന്നെ വേണം കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. മാങ്ങച്ചാറ് അത്രയ്ക്ക് പോരാ. മാങ്ങച്ചാറ് രസമാണ്, നമ്മൾ വീട്ടിലുണ്ടാകുന്ന മാങ്ങച്ചാറ്. പക്ഷെ നമ്മൾ മേടിക്കണ ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ട് കുറച്ച് നല്ല കട്ട തൈര് ഇട്ട സലാഡും പുളിയില്ലാത്ത സലാഡിൽ അതും കൂടി ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നോൽമ്പ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു കോഴിമുട്ട പുഴുങ്ങിയത് ഭംഗിക്ക് അതിങ്ങനെ ആ ഒരു തരി അച്ചാറും സലാഡും ആ കോഴിമുട്ടയുടെ ഉണ്ണീൻ്റെ ഒരു വശം ഇങ്ങനെ പൊട്ടിച്ച് റൈസിൽ ഇങ്ങനെ പരട്ടി പിള്ളേറിയായിട്ട് വയറ് വെള്ളം നിറഞ്ഞു പോകും. അതാരുടെ കുറ്റമല്ല, അങ്ങനെ അവർക്ക് അല്ല അതിപ്പോ നമ്മൾ നോക്കണില്ല, ഇങ്ങനെ പറയുമ്പോണ്ടല്ലോ അനേട്ടല്ലോ അതിനെ കുഴപ്പമില്ല. എന്താ വെച്ചാൽ അനേട്ട ഓൾറെഡി ചിന്താവിഷ്ടയ ശ്യാമളെല്ലാം തിരിഞ്ഞിപ്പോ മരക്കി പോയി അതിന് വസ്ത്രം മാറാണ്ട് നടക്കുന്നത്. അതൊരു ചാൻസ് കുറവാന്നാണ് എൻ്റെ മനസ്സ് പറയണത് കേട്ടോ. ഈ സമയം ഇറച്ചി മീൻ കഴിക്കാനല്ലേ വലിയ കുഴപ്പമില്ല. എന്താ വെച്ചാൽ അനിയൻ്റെ വീട്ടിൽ ഇതുപോലെ കൂടുതലും പച്ചക്കറി അവർ കഴിച്ച് ശീലിച്ചിട്ടുണ്ട്. അങ്ങനെ അനിയൻ്റെ വീടോടെ അനിയനോട്, പക്ഷേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാളികപ്പുറം സ്കൂളിലേക്ക് പോകാൻ വേണ്ടി 2 വയസ്സ് മുടിയൊക്കെ വേണ്ടെങ്കിൽ പാവാടി ദിവസം ഷിമ്മിലിട്ട് നിങ്ങൾ കണ്ട് മാളികപ്പുറത്തിന് ഇപ്പോൾ ഇന്ന് പാവാടി ബ്ലൗസൊക്കെ ഇട്ട് നമ്മുടെ മാളികപ്പുറം സുന്ദരി കുട്ടിയായിട്ടുണ്ട് അല്ലേ. എന്ത് രസമല്ലേ സാമി കുട്ടികളെ കാണാൻ. സത്യം പറഞ്ഞാൽ കുറച്ച് നേരത്തെ വസ്ത്രം മാറണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ആയാലും കുഴപ്പമുണ്ടായിരുന്നില്ല, പറഞ്ഞിട്ടല്ലേ നമുക്ക് ഓരോ കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് അല്ല ഒറ്റയ്ക്കായതിൻ്റെ കുറേ കാര്യങ്ങളും കൂട്ടത്തിൽ നമ്മുടെ വീട്ടിൽ വേറെ 1-2 ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഒരാഴ്ച മാറി നിൽക്കേണ്ടതെന്നാണ് പ്രശ്നം. ഇപ്പം ഞാൻ ഗുളിയമ്മയാണ്, ഞാൻ വണ്ടിയൊക്കെ നീങ്ങി പോകണത് തന്നെ. അല്ലാണ്ട് നമുക്ക് ഇനി എൻ്റെ ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ ഒന്ന് നിൽക്കുക. അപ്പോൾ സ്കൂളിൽ പോകണ സ്കൂളില്ലാത്തൊരു സമയമാണ് എന്നോട് എങ്ങനെയും അവരെ കുളിപ്പിക്കില്ല, അവർക്കുള്ള ഭക്ഷണം അത് വലിയ വിഷയമല്ല. പക്ഷെ സ്കൂളിലേക്ക് പോകണ രാവിലത്തെ നേരം ഒന്നും എന്നോട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവര് മുതിരപ്പേര് കഴിച്ച് തോൽക്കും, അതുണ്ടാവും വേറെ ഒന്നും ഉണ്ടാക്കില്ലേ. അങ്ങനെ നമ്മുടെ കുട്ടി മാളികപ്പുറം സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കണം. എന്ത് രസമാണ്, ഒരു പ്രത്യേക ഐശ്വര്യല്ലേ. അല്ല ഈ സാധനം കൂടെ പിന്നെ ഇവിടെ കുണുക്കനെ എന്താ വീഡിയോയിൽ അധികം കാണിക്കാൻ തേച്ചാൽ കുണുക്ക ചില സമയങ്ങൾ ഭയങ്കര
വയലൻ്റ് മൂശാട്ട സ്വഭാവ. വീഡിയോ എടുക്കാൻ പോയത് ദേഷ്യപ്പെട്ടിട്ട് ഓടണം. അപ്പം ഞാൻ പിന്നെ അങ്ങനെ നിർബന്ധിച്ചിട്ട് അതൊന്നും ചെയ്യാറില്ല. അത് കുണിക്കും, അങ്ങനെ തന്നെയാണ്. പിന്നെ എന്തെങ്കിലും നല്ല വാക്കൊക്കെ പറഞ്ഞ് പിടിച്ച് നിർത്താൻ കുണിക്കണം. നമ്മുടെ മോളല്ലേ, സുന്ദരിയല്ലേ, കൊഞ്ചിച്ച് കഴിഞ്ഞാൽ പിന്നെ വാച്ചിന്റെ രൂപത്തിൽ 3 ദിവസം അങ്ങനെ വാച്ചിന്റെ രൂപത്തിൽ 3 ദിവസം അടഞ്ഞടക്കായിരുന്നു. അങ്ങനെ ഇവര് സ്കൂൾ വിട്ടതിന് ശേഷം ഞങ്ങൾ 1-ാം തീയതി വൃശ്ചിക 1-ാം തീയതി മുല്ലമറുപത്ത് അമ്പലത്തിൽ തൊഴാൻ പോയി. അവിടുന്ന് ഒരു അച്ചാച്ചൻ്റെ ലോട്ടറി എടുത്തു. ഒരു 3-4-5 ആൾക്കാരുണ്ട് കേട്ടോ അവിടെ ലോട്ടറി എടുക്കുന്നത്. അപ്പം അന്നേട്ടനെ കണ്ടപ്പോൾ അടുത്ത ആൾ വരുന്നേക്ക് അമ്മാമ്മയ്ക്ക് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അതിനായിട്ട് എടുക്കാണ്ട് പോവില്ല എന്നറിയാട്ടാ. അപ്പോൾ അതിനായിട്ട് അറിയാം നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നത് ഇങ്ങനെയില്ല. ലോട്ടറി നോക്കിയിട്ട് ഇപ്പം ഇത്ര ദിവസമായിട്ട് ആ ലോട്ടറിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഒരു 5-6 ലോട്ടറി ആ പേഴ്സിൻ്റെ ഉള്ളിലേക്കുണ്ട്. പക്ഷെ നോക്കിയിട്ടോ അതിനല്ല സോറി കേൾക്കാൻ കഴിയില്ല ചേട്ടാ. പൊന്നോ, പലവർക്ക് അറിയാത്തൊരു കോമ്പിനേഷനാണ് ദോശയും കൊള്ളിഷ്ടം ചട്നി. അത് കഴിച്ചാൽ നമ്മുടെ തൃശ്ശൂർക്കാർക്ക് മാത്രമേ കൊള്ളി ഇഷ്ടമുള്ളൂ കേട്ടോ. മറ്റുള്ളവർ കൊള്ളി ഇങ്ങനെ ഉടച്ചിട്ട് നാളെ ഇതാക്കുക പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. കൊള്ളി ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്കാണ് കൂടുതൽ. അല്ല എന്നേട്ടാ, നമ്മുടെ നാട്ടിലാണ് കൊള്ളി ഇഷ്ടം. കളറായിട്ട് കൊടുത്തത് അതാണ് നമ്മുടെ നാട്ടിലെ കൊള്ളി ഇഷ്ടം കേട്ടോ. ഇതാണ് കൊള്ളി ഇഷ്ടം. എങ്ങനെ കഴിക്കാൻ പിന്നെ എങ്ങനെ കഴിക്കാൻ അവിടെ 2 തീറ്റ കഴിക്കട്ടോ. ഇങ്ങനെ പൊട്ടിക്കണം. ഞാൻ അതുകൊണ്ടാണ് തുണ്ട് കാണിക്കുന്നത്. ദോശയുണ്ട്, കൊള്ളി ഇഷ്ടം മുക്കി ചട്നിയിൽ മുക്കുക. ശരിക്കും ഉടയ്ക്കണം കൊള്ളിയും കൂടി. ഇഡ്ഡലി അതെ അവരുണ്ട്. പണ്ട് നമ്മുടെ ഇഡ്ഡലി കൊള്ളി ഇഷ്ടം ചട്നിയുടെ ഭയങ്കര ടേസ്റ്റ്. ഭയങ്കര ടേസ്റ്റാട്ടോ. എനിക്ക് തോന്നുന്നു സാമ്പാറൊക്കെ ചിലത് നമുക്ക് ഒരു ദോശ മടുക്കും. പക്ഷെ ഇതുണ്ടെങ്കിൽ എത്ര നമുക്ക് സാമ്പാറിന് ദോശ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും എവിടെ പോയാലും ഇഡ്ഡലി സാമ്പാർ ഇങ്ങനെയൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കണം. ഭയങ്കര ടേസ്റ്റാ. ഞാൻ 2 ദോശ തിന്നു കഴിഞ്ഞു. ഞാൻ ഇത് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് സത്യത്തില്. ഞാൻ ഇതുവരെ വിചാരിച്ചു എനിക്കിപ്പോൾ തീരെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വയ്യ. എനിക്കിപ്പോൾ മനസ്സിലായി തിന്നാൻ പറ്റും. ചില ഫുഡുകൾ അമ്മ ഉണ്ടാക്കി പിന്നെ നമ്മൾ അന്ന് കഴിഞ്ഞ് ഉച്ചത്തേക്കുള്ള കറി എന്ത് വെക്കും എന്നുള്ളൊരു ആലോചനയിലാണ് കേട്ടോ. എന്ത് വെക്കാനായിട്ട് കറി? ചുവന്നിരിക്കുന്നതാ, ചുവന്ന് തുടുത്തിരിക്കല്ലേ, സുന്ദരിയല്ലേ. ഞാൻ ക്രീമൊന്നും പറ്റിയിട്ടില്ല മുഖത്ത്. നമ്മൾ രാവിലെ എണീച്ചു, ഉണ്ണോട് സ്കൂൾ ഉണ്ടാക്കാൻ പോയി, അമ്പലത്തിൽ പോകുന്നു ചോദിച്ചിട്ടാണ് നേരെ അമ്പലത്തിൽ പോയി. അങ്ങനെ മുഖത്ത് ക്രീമോ കാര്യമോ ഒന്നും തേച്ചില്ല. അതാ മുഖത്ത് ഒരു എണ്ണമെഴുക്ക്. ഇല്ല, രമു ചോദിച്ചിട്ടുണ്ട്. അപ്പം രാവിലെ അമ്പലത്തേക്ക് പോയി വരുന്ന വഴിക്ക് പൊന്നുവിനെ വഴിയിൽ വെച്ചാണ് കേട്ടോ. അപ്പോൾ പൊന്നിനോട് ഞാൻ ചോദിച്ചു, പൊന്നു വരുന്നുണ്ട് ചോദിച്ചാൽ ഇല്ല അമ്മ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് വരാം, ഞാൻ വരുന്നില്ല പറഞ്ഞു. അപ്പം ഞാൻ പൊന്നിനോട് പറഞ്ഞു രാവിലെ വീട്ടിൽ ചട്നിയും കൊള്ളി ഇഷ്ടം ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ചോദിച്ചു. ഷെബിക്ക് കൊള്ളിയോട് ഇഷ്ടമില്ല കേട്ടാ. എന്നാൽ ഞാൻ ഉണ്ടാക്കി നോക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഒന്ന് തിന്ന് നോക്ക് അതിൻ്റെ ടേസ്റ്റ്. എനിക്കിഷ്ടമല്ല ഇങ്ങനെ പറഞ്ഞെടുക്കും. ഇങ്ങനെ ഇന്നലെ തിന്നിട്ട് വരാം, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇങ്ങനെ തിന്ന്. ലാസ്റ്റ് ഇല്ലാണ്ടാകുമ്പോഴാണ് ആ മൂപ്പര് ടേസ്റ്റ് പിടിച്ചു തരും. അതുവരെ സാധനം അവിടെ ഇരിക്കണമെങ്കിൽ മൂപ്പർക്ക് ടേസ്റ്റ് പിടിക്കും. എന്നിട്ട് എപ്പോഴെങ്കിലും ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ പറയും ഞാൻ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഞാൻ ഉറങ്ങിയൊക്കെ കഴിച്ച് കഴിയുമ്പോണ്ടാവും പാത്രം കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ല അത് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ പറയൂട്ടാ. ഇത് പൊന്നൂന് എന്താ ഇഷ്ടം വെച്ചാൽ കുട്ടിക്കാലത്ത് പൊന്നൂൻ്റെ 18 ഗൾഫിലൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ കൂടുതലും ഈ അങ്ങനെ മോരിക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതേ വെള്ളരിക്ക മഞ്ഞപ്പൊടി ഉപ്പും കറിവേപ്പില ഇട്ടിട്ട് വേവിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. വെള്ളരിക്ക അപ്പോഴേക്ക് അതിലേക്കുള്ള ഒരു കൂട്ടാണ് നമ്മൾ കുറച്ച്. ഞാൻ നാളൊരു വീഡിയോയിലാണ് കേട്ടോ. നമ്മൾ മലയ്ക്ക് പോണ സമയം നമ്മളേ ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റികൾ പിടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഉണ്ണോൾക്ക് പെട്ടെന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ട കൂടി വല്ല മാണിക്കണം. ഇത് കഴിച്ചിരുന്നിട്ട് അത് പണിയില്ല. ദാടയുണ്ട് കേട്ടോ, അങ്ങനെയുണ്ട്. ഇവിടെ ഇന്ന് കഴിക്കേ കേറിയിരിക്കണ്ടോ? ഒരു കുഴപ്പമില്ല മുന്നേ. അങ്ങനെ ഈ ഒരു മോരിക്കറിയുടെ റെസിപ്പി ഞാനൊരു വീഡിയോയിൽ എപ്പോഴും എവിടെയോ ഇങ്ങനെ ഇതാക്കി പോകുമ്പോൾ കണ്ടാട്ടാ. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വെറൈറ്റി ചെയ്യാന്ന് വെച്ചിട്ടാ. അപ്പോൾ വെള്ളരിക്ക കുറച്ച് നന്നാക്കി കനം കുറച്ച് അരിഞ്ഞിട്ട് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ട്.
മഞ്ഞപ്പൊടിയും ഉപ്പും കറിവേപ്പിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായി വെന്ത വെള്ളം ഏകദേശം വറ്റി വരുന്ന നേരം കൊണ്ട് നമുക്കൊരു ചീനച്ചട്ടിയിൽ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, കുഞ്ഞൊരു സബോള, കുഞ്ഞൊരു തക്കാളി കുഞ്ഞിതാക്കി അരിഞ്ഞിട്ട് അത് നന്നായി വാട്ടി, നന്നായി തക്കാളിയൊക്കെ ഒന്ന് ഉടയണം. അങ്ങനെ വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച, അധികം വെള്ളം വേണം കേട്ടോ, വേവിച്ച് വെച്ച ഈ ഒരു വെള്ളരിക്ക അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ വെള്ളമൊക്കെ വറ്റുന്നതിനോട് കൂടിയിട്ട് നമുക്കത് ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ. അത് ഒന്ന് ചൂടാറണം. ചൂടാറി വരുമ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ട് നല്ല കട്ട തൈര് കേട്ടോ, അതിൽ കുറച്ച് ഉപ്പ്, ഇതിൽ ഉപ്പിട്ടുണ്ടെങ്കിൽ തൈരിൽ ഉപ്പിടണ്ട, അല്ലെങ്കിൽ നോക്കിയിട്ട് തൈരും പച്ചമുളകും കൂടി മിക്സിയിൽ നന്നായി ഒന്ന് അരയ്ക്കുക. നല്ല കട്ട തൈരാണ് കേട്ടോ, പുളി കുറഞ്ഞ നല്ല കട്ട തൈരാണ് കേട്ടോ ഈ ഒരു കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല നാടൻ തൈരൊക്കെ ആകുമ്പോൾ അത്ര രുചി അറിയില്ല കേട്ടോ. പുളിയുള്ള തൈരിന് അത്ര ടേസ്റ്റ് അല്ല, നമ്മൾ കട്ട തൈരൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ആയിട്ട്. എന്നിട്ട് ആ ചൂടാറി എന്ന് പറഞ്ഞാൽ ആ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് 10 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഇരുന്ന് കുറുകി നല്ല അടിപൊളി നല്ല കട്ടിയുള്ള മോരുകറി കേട്ടോ. മോരുകറിയുടെ ടേസ്റ്റ് ആണോ ചോദിച്ചാൽ മോരുകറിയുടെ ടേസ്റ്റില്ല, മോര് കാച്ചിയൊരു ടേസ്റ്റില്ല കേട്ടോ, പക്ഷെ രസമുണ്ട്. നല്ല മോര് പുളിയുള്ള മോരായപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊക്കെ ഒരു ഉണക്കലൊക്കെ വറുത്തുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞാൽ ചോറൊക്കെ കൊണ്ട് അല്ല നമ്മക്കല്ല, അല്ലാത്തവരോട് ഉണ്ടാക്കണവരോട് കേട്ടോ. അതേപോലെ അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു. പിന്നെ ഉണ്ണിയോളനെ സ്കൂളിൽ നിന്ന് എടുത്ത് ട്യൂഷനിലേക്ക് വന്ന് രാത്രിക്കുള്ള നാളേക്കുള്ള ദോശയ്ക്കുള്ള മാവ് അരക്കട്ടെ. എന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രിയൊക്കെ അരച്ച് വെച്ചാൽ നേരം വിളിക്കുമ്പോഴേക്കും പുളിക്കണില്ല, ഒരു കാലാവസ്ഥ തണുപ്പാണല്ലോ. അപ്പോൾ ഞാൻ ഒരു 5:30 ആകുമ്പോൾ ഇഡ്ഡലിക്കുള്ളത് അരച്ച് വെച്ചു കേട്ടോ, മാവ് അരച്ച് വെച്ചു. അതിൻ്റെ ശേഷം നമ്മൾ അകം വരെയൊക്കെ അടിച്ചോരി എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് ട്യൂഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഉണ്ണോട് കുളിച്ചിട്ട് വേണം അകത്ത് കയറാൻ. അപ്പോൾ അകം വരെയൊക്കെ അടിച്ചോരി പിന്നെ തുടയ്ക്കട്ടെ. എല്ലാവരും ഹാളും സിറ്റൗട്ടൊക്കെ തുടയ്ക്കുന്നുണ്ട്, പക്ഷേ എല്ലാം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതാണ്. നമ്മൾ കുറച്ചൊക്കെ വീഡിയോ എടുക്കണുള്ളൂ കേട്ടോ. നമുക്ക് എല്ലാം കൂടി നമുക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കലും വീട്ടിലെ പണിയും എല്ലാം കൂടി ആകുമ്പോൾ നമ്മളോട് നടക്കണില്ല. പിന്നെ അവർക്ക് വരുമ്പോൾ അവർ കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ചായക്കൽ കാണണം. ഇപ്പം അതിനായിട്ട് തന്നെ കേട്ടോ ഉണ്ണോളെന്നെ ട്യൂഷനിൽ കൊണ്ടുവരുമ്പോൾ ഒറ്റയ്ക്ക് പോകാറില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നോട് പോയിട്ട് പോയാൽ എനിക്ക് വീട്ടിൽ പണികളുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എന്നേട്ടൻ പോയി കൊടുന്നു. അപ്പോൾ ഞാൻ 2 ആളോടും പറഞ്ഞു കുളിച്ചിട്ട് അകത്ത് കയറാമെന്ന് പറഞ്ഞു. ബാക്കിലേക്ക് പൊക്കോ, അമ്മ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ അവർ 2 ആൾ വീണ്ടും ആ സൈഡിലേക്ക് പോകട്ടെ. അപ്പം അതിനേട്ടനും ആ സൈഡിലേക്ക് പോയിട്ട് അവരെ കുളിപ്പിച്ചിട്ട് അകത്ത് കയറുള്ളൂ കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ ചൂടുവെള്ളം വെച്ചിട്ട് അടിച്ചിട്ടോടെ കഴിഞ്ഞതിന് ശേഷം ഞാനും ചൂടുവെള്ളം വെച്ച് ഞാൻ ഓടി പോയി കുളിച്ചിട്ട്. കുളി എന്നൊക്കെ പറയുമ്പോൾ ഒരു കാക്ക കുളി എന്ന് തന്നെ പറയാം. ഓടുക കുളിക്കുക വരെയെന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിനുള്ള ടൈം കിട്ടണില്ല. അപ്പോൾ ഇതവരവിടെ കുളിക്കുന്നുണ്ട്. ഇവിടെ കട്ടൻ ചായ വെച്ചോട്ടാ ഉണ്ണോൾക്ക് ചായ കുടിക്കാൻ. എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോകണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ പൊന്നും കാത്തു ഷെബിയും അവിടെ നിന്ന് വരും. പിന്നെ തറവാട്ടിൽ നിന്ന് അനിയൻ്റെ വീട്ടിൽ നിന്ന് അനിയൻ്റെ അനിയനും ഭാര്യയും മോനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും കൂടിയിട്ട് തിരുവമ്പാടി നാളെ പോയി അമ്പലമാണ്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പൊന്നിന് ഭയങ്കര ആഗ്രഹം തിരുവമ്പാടി പോകണം തൊഴണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരുവമ്പാടി പോകാമെന്ന് വെച്ചിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ഈ കുന്നോളത്ത് തൃശ്ശൂർക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ വേഗം കാര്യം എന്താ വെച്ചാൽ 5:30 ഒക്കെയാണ് ട്യൂഷൻ കഴിഞ്ഞ് വരിക. 5:30 ട്യൂഷൻ കഴിഞ്ഞ് 6 മണി കഴിഞ്ഞിട്ട് അവർ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കയറുമ്പോട്ടാ. അപ്പോൾ അവർക്കുള്ള ചായ വെച്ചു. അവർ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ചായ ചൂടാറുട്ടോ, കാരണം ഞാൻ ആറ്റണില്ല. പിന്നെ ഇപ്പം അന്നേട്ടനും ചായ ഞാൻ തരിയേശം പഞ്ചസാര കിട്ടത് എൻ്റെ സാമ്യല്ലേ, വേറെ ഭക്ഷണങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ വായിക്കൊരു രുചിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിത്തൗട്ട് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ പഞ്ചസാര ഇടാഞ്ഞത്. പിന്നെ ഇവർക്ക് പലർക്കും പല ടേസ്റ്റാണ്. കുണിക്കെങ്കിൽ നല്ല മധുരച്ചായ വേണം. അപ്പോൾ അവർ കുറച്ച് മധുരം കൂടുതലിട്ടു, അതിനാണ് കുറച്ച് മധുരം കുറവിട്ടു. പിന്നെ കുറച്ച് മിച്ചറും റോബസ്റ്റ് പഴം ഉണ്ടായിരുന്നു കേട്ടോ, അതും കൊണ്ട് കൊടുത്തു. അപ്പോൾ അവരൊക്കെ അവർ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ നേരം അവർ എനിക്ക് ഞാൻ വിളക്ക് എത്താനായിട്ട് പറഞ്ഞു. ഒന്ന് വിളക്ക് എത്തിച്ചോ എന്ന് പറഞ്ഞു. അല്ല ഇന്നലെ അവന് സമയം ഉണ്ടെങ്കിൽ വിളക്ക് എത്തിച്ചോട്ടായിരുന്നു. അപ്പോൾ ശരിയാണ്. എന്താ വെച്ചാൽ അതിന് നല്ല പണി. ഇവർ 2 ആളും നിന്ന് തേതിയിൽ കുളിപ്പിക്കുക അല്ലേ, വാശി ഇടയ്ക്ക് തന്നെയായിട്ട് എന്നോട് ചോദിക്കും ഉണ്ണിയൊന്ന് കുളിപ്പിക്കുമോ ചോദിക്കും. പക്ഷെ എനിക്കിവിടെ എവിടുന്ന് നേരം, പെട്ടെന്ന് കുളിച്ച് കയറും വേണേ. അപ്പോൾ പക്ഷെ എനിക്കും വേറെ രക്ഷയില്ല. എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ പണികളുണ്ട്, ഈ അടുക്കളയിൽ പണിയുള്ള കാരണം നമുക്കണ്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഈ നേരത്തെ ഉണ്ണോളെ ട്യൂഷനാക്കി വന്ന് കാറിൽ ഇരുന്നിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റ് പോകണം. നാളേക്കുള്ള കറിക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. അത് കഴിഞ്ഞ് എനിക്ക് ഉണ്ണോളെ ട്യൂഷൻ കഴിഞ്ഞ് അവരെന്നെ കൊണ്ടുപോയിട്ട് പിന്നെ ഇതേപോലെ അടിച്ചുടയ്ക്കൽ, ചായ കൊടുക്കൽ, അങ്ങനെയുള്ള പരിപാടികൾ വീണ്ടും തുടങ്ങും. അപ്പം
ഒക്കെ കഴിഞ്ഞ് വന്ന് അവർ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് അവർക്ക് ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടെന്ന് വെച്ചാൽ അമ്പലത്തിലേക്ക് പോകാനും പിന്നെ അച്ചൂട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഓക്കെയാണ്. ഇവരുടെ ഗ്യാങ്ങിലെ ആൾക്കാരൊക്കെ ഇവിടെ കൂടെ പോകാനും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അവർ കാർത്തുകാർ മുറിക്കലുണ്ട്. അപ്പേ അവരെ തോന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പൊന്നു വിളിക്കുന്നുണ്ട് കേട്ടോ. അമ്മ ഡ്രസ്സ് മാറിയെന്നൊക്കെ വെച്ചിട്ട് പൊന്നുവിൻ്റെ വിളി വരുന്നുണ്ട്. അങ്ങനെ അച്ഛനും മോളും കൽപ്പൂരൊക്കെ എടുത്തിട്ട് ഒഴിയുണ്ട്. മക്കളേനെ ഒഴിയുണ്ട് അല്ലേ? എന്താ മാലയപ്പുറക്കാര് അയ്യപ്പൻകുട്ടിക്കാര് അങ്ങനെയൊക്കെ വേണം എന്നാണ് എന്നേട്ടൻ പറയണത്. എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വരുന്ന വഴിക്ക് ഞങ്ങൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകാർ എല്ലാവരും. ഞാൻ ഇഡ്ഡലി കഴിച്ചു, എന്നേട്ടൻ വെജിറ്റേറിയൻ ഫ്രൈഡ് റൈസ് കഴിച്ചു. ഇന്നാൾക്കൊന്നും അപ്പോൾ കുളിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല കേട്ടോ. തിരുവമ്പാടിയിൽ നിന്ന് ഹനുമാനെ പൂജിച്ച വട ഉണ്ടായിരുന്നു, അത് കഴിച്ചത്. പിന്നെ അത് അവൾക്ക് ഭയങ്കര ചെവി വേദനയായിട്ട് കരഞ്ഞു തുടങ്ങിയിട്ടാണ്. ഞാൻ ഭക്ഷണം കഴിച്ചാകുമ്പോഴേക്കും ഭയങ്കര വാശിയായി. അത് കഴിഞ്ഞ് അവിടെ നേരെ എത്തിയത് ഡോക്ടറാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ